ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡോപ്പാമിനെ കുറിച്ചിട്ടാണ്. ഡോപ്പാമിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്, ഹോർമോണാണ്. നമ്മുടെ തലച്ചോറിലുള്ള ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലോട്ട് മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഡോപ്പാമിൻ നോർമലായിട്ട് നമുക്ക് റിവാർഡ് സെൻറ്ററാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിവാർഡും പ്ലഷറും തരുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഡോപ്പാമിൻ നോർമലി നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു കൂലി കിട്ടുന്നു, അതിൻ്റെ ഫീസ് കിട്ടുമ്പോഴാണ് നമ്മുടെ ഡോപ്പാമിൻ നമുക്ക് സ്റ്റിമുലേറ്റ് ആവുകയുള്ളൂ. ആ സമയത്താണ് നമ്മുടെ ബോഡിയിൽ ഡോപ്പാമിൻ റിലീസ് ചെയ്യുന്നത്. എന്നാൽ ഡോപ്പാമിൻ അബ്നോർമലി റിലീസാവുന്ന കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഡോപ്പാമിൻ അധികമായി റിലീസ് ചെയ്യുന്നത് മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, പിന്നെ അമിതമായിട്ടുള്ള ഈ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ യൂസേജ്, കോള ലൈക്ക് ഡ്രിങ്ക്സ്, പിന്നെ മധുര പലഹാരങ്ങൾ, മധുരം കണ്ടൻറ്റുള്ള ഷുഗർ കണ്ടൻറ്റുള്ള കാര്യങ്ങൾ, ചോക്ലേറ്റ്സ് അതിൽ പെടും, ഐസ്ക്രീം പെടും. അപ്പോൾ സ്വീറ്റ്സ് കണ്ടൻസ് ഉള്ളതും പിന്നെ ഉള്ളതാണ് നമ്മുടെ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പറഞ്ഞു വരുമ്പോൾ അതിലുള്ള എല്ലാ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും ട്വിറ്റർ ആയാലും എല്ലാം വളരെ ചെറിയ ഷോർട്ട് അറ്റൻഷൻ സ്പാനിൽ നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നു. പിന്നീട് നമ്മളതിന് അഡിക്റ്റായി പോകുന്നു. അപ്പോൾ ഈ അഡിക്റ്റ് ആവുന്തോറും നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിൽ അത് രജിസ്റ്റർ ചെയ്യുകയാണ്. നമുക്ക് പിന്നീട് ആ സ്റ്റിമുലസ്, ആ സുഖം നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു ലെവൽ ഓഫ് പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് വീണ്ടും യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അതിലോട്ട് അഡിക്റ്റ് ആവുന്നു. ഇത് വർക്കഹോളിസത്തിലാവാം, ഷോപ്പഹോളിസത്തിലാവാം, ആൽക്കഹോളിസത്തിലാവാം, ഗാംബ്ലിംഗ് ആവാം, അങ്ങനെ മറ്റു പല കാര്യങ്ങളെ കൊണ്ടും നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡോപ്പാമിൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അമിതമായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്മോക്കിംഗ് ആയാലും ആൽക്കഹോൾ ആയാലും അതിൻ്റെ പ്രശ്നങ്ങൾ ശാരീരികമായ മാനസികമായ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും. അതുകൊണ്ട് ഡോപ്പാമിൻ നമുക്ക് വേണം, നമ്മുടെ ബോഡിക്ക് ആവശ്യമായ തോതിൽ റിലീസ് ചെയ്യണം. അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റിവാർഡായാലും, അല്ലെങ്കിൽ ഫാമിലിയിലാണെങ്കിൽ നമ്മളെ വൈഫ് എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്ത് നല്ല ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ വൈഫിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മളൊരു കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നതായാലും ഒക്കെ ഡോപ്പാമിൻ റിലീസ് ചെയ്യും നാച്ചുറലി. അപ്പം നോർമലി ഡോപ്പാമിൻ റിലീസ് ചെയ്യാൻ നമുക്ക് ആവശ്യമാണ്. എന്നാലേ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. ആ മോട്ടിവേഷൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.